നമസ്കാരം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിനായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കാനൊരുങ്ങി സർക്കാർ. 18 ഏക്കറോളം സ്ഥലമാണ് ഏറ്റെടുക്കാനൊരുങ്ങുന്നത്. ചാക്ക ഫയർ സ്റ്റേഷൻ, ബ്രഹ്മോസിന്റെ മുൻഭാഗം, ശംഖുമുഖത്തേക്ക് പോകുന്ന പ്രധാന റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഏറ്റെടുക്കുക. ഇതോടെ നിലവിലെ ചാക്ക ഓൾ സെയിൻസ് കോളേജ് റോഡ് വിമാനത്താവള വികസനത്തിന് ഉപയോഗിക്കും. പകരം ശംഖുമുഖത്തേക്ക് പോകാൻ ഇവിടെ പുതിയ റോഡ് നിർമ്മിക്കും. ചാക്ക IT ജംഗ്ഷനിൽ നിന്നും റെയിൽവേ ട്രാക്കിന് സമാന്തരമായി ഓൾ സെയിൻസ് കോളേജ് ജംഗ്ഷനിൽ എത്തുന്ന രീതിയിൽ പുതിയ റോഡ് നിർമ്മിക്കാനാണ് പ്രാഥമിക ചർച്ചകൾ. അവിടെ നിലവിലെ റോഡിൽ കൂടി ചേർന്ന് ശംഖുമുഖത്തേക്കും വെളിയിലേക്കും നീങ്ങിയേക്കാം. ആ വിധത്തിലാണ് പ്ലാനിംഗ് നടക്കുന്നത്. ബ്രഹ്മോസിൽ നിന്ന് ഏറ്റെടുക്കുന്ന 1.5 ഏക്കറിലാകും പുതിയ റോഡ് നിർമ്മിക്കുക. വലിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാനുള്ള അനുമതി നഷ്ടപ്പെടുമെന്ന ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് വിമാനത്താവള റൺവേ അടക്കം വികസിപ്പിക്കുന്നത്. സ്ഥലം ഏറ്റെടുപ്പ് വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറുന്ന ഭൂമിയിൽ വികസനം നടത്തുന്നത് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള നിലവിൽ വിമാനത്താവളത്തിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പ് ആയിരിക്കും. ഭൂമിയുടെ വില അദാനി ഗ്രൂപ്പ് നൽകും. DGCAയുടെ റൺവേ വികസന നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ വലിയ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിനുള്ള അനുമതി നിഷേധിക്കുമെന്നതുകൊണ്ടാണ് വേഗത്തിലുള്ള നടപടി. റൺവേയുടെ ഇരുവശത്തെയും സുരക്ഷാ സോൺ 180 മീറ്റർ വീതിയിൽ വികസിപ്പിക്കണമെന്നതാണ് DGCA നിർദ്ദേശം. ശംഖുമുഖം ഭാഗത്ത് 180 മീറ്റർ വീതിയുണ്ട്. ചാക്ക ഭാഗത്ത് ഇല്ലാത്തതിനാലാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. ചാക്ക ഫയർ സ്റ്റേഷന്റെ ഉടമസ്ഥതയിലുള്ള 10.5 ഏക്കർ സ്ഥലമാണ് കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരിക. ബ്രഹ്മോസിന്റെ മുൻവശത്തെ റോഡിന് ചേർന്നുള്ള 1.5 ഏക്കറും നിലവിലെ റോഡും ഉൾപ്പെടെ 18 ഏക്കറാണ് ഏറ്റെടുക്കുന്നത്. വിമാനത്താവളത്തിന് സമീപം ചാക്ക ഫയർ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. എയർപോർട്ടിനടുത്ത് തന്നെ ഫയർ സ്റ്റേഷൻ വേണം എന്ന ആവശ്യമുള്ളതുകൊണ്ടാണ് അടുത്ത് തന്നെ സ്ഥലം കണ്ടെത്തിയത്. അതേസമയം ബ്രഹ്മോസ് പൂർണ്ണമായി മാറ്റില്ല. നിലവിൽ ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് പകരം സ്ഥലം നൽകണമെന്ന് ബ്രഹ്മോസ് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ഇതോടെ ആ നടപടികളിലേക്കും സർക്കാർ കടക്കും. നേരത്തെ വിമാനത്താവള വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ബ്രഹ്മോസ് എയ്റോസ്പേസ് രംഗത്ത് വന്നിരുന്നു. അടുത്ത കാലത്തായി വലിയ വികസന പദ്ധതികൾ ബ്രഹ്മോസിനെ തേടി വന്നിട്ടുണ്ട്. DRDO തന്നെ നേരിട്ട് കോടികളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ബ്രഹ്മോസ് അധികൃതർ പറയുന്നു. കൂടുതൽ നിക്ഷേപവും സ്ഥലവും വേണ്ടിവരുന്ന പദ്ധതികളാണ് ബ്രഹ്മോസിനെ തേടി വരുന്നത്. അതുകൊണ്ട് തന്നെ വിമാനത്താവള വികസനത്തിന് സ്ഥലം ഏറ്റെടുത്താൽ അത് സ്ഥാപനത്തിന്റെ വികസനത്തെ പ്രതിസന്ധിയിലാക്കുമെന്നും ബ്രഹ്മോസ് വാദിച്ചിരുന്നു. ബ്രഹ്മോസ് മിസൈൽ ഇന്റഗ്രേഷൻ കോംപ്ലക്സും അടുത്തിടെ ആരംഭിച്ച മിസൈൽ ഹാങ്ങർ യൂണിറ്റ് പദ്ധതിയും കൂടുതൽ സ്ഥലം വേണ്ടുന്നതാണെന്നും ബ്രഹ്മോസ് അധികൃതർ പറയുന്നു. സ്ഥാപനത്തിന്റെ സ്ഥലം വിമാനത്താവള വികസനത്തിനായി ഏറ്റെടുത്താൽ ഭാവിയിലെ വികസന പദ്ധതികൾ നഷ്ടപ്പെടുമെന്നും ബ്രഹ്മോസ് ജീവനക്കാർക്ക് ആശങ്കയുണ്ട്. ഇക്കാര്യത്തിൽ അനുകൂല നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ബ്രഹ്മോസ് അധികൃതർ ഗതാഗത സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ബ്രഹ്മോസിന് നഷ്ടമാകുന്ന ഭൂമിക്ക് പകരം ഭൂമി നൽകാമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്.